Hi friends, ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇന്റലിന്റെ NUC മിനി PC കിറ്റ് ആണ്. ബോക്സിന്റെ ഔട്ടർ വ്യൂ നമുക്കൊന്ന് നോക്കാം. ഓക്കേ, അടുത്തായി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം പ്രോഡക്റ്റ് മാനുവൽ ആണ്. അടുത്തതായി നമുക്ക് NUC യുടെ ഡിവൈസ്, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതിന്റെ പോർട്സിന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അടുത്ത ഇതിനകത്ത് വരുന്ന ഒരു വാൾ മൗണ്ടിങ് കിറ്റാണ്. ഇത് നമുക്ക് വാൾ മൗണ്ടിങ് കിറ്റായിട്ടും മോണിറ്ററിൻ്റെ ബാക്ക് സൈഡിൽ മൗണ്ട് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. അടുത്ത അതിൻ്റെ കൂടെ വരുന്നത് പവർ അഡാപ്റ്ററും അതിൻ്റെ കുറച്ച് കൺവേർഷൻ മോഡ്യൂൾസും ആണ്. അടുത്തതായി പോർട്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് SSD ഹാർഡ് ഡിസ്കും മെമ്മറിയും ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 120 GB SSD ഹാർഡ് ഡിസ്കും ഒരു 8 GB ഡേറ്റ മെമ്മറി കാർഡുമാണുള്ളത്. DDR4 മെമ്മറി കാർഡുമാണ്. നമുക്കിത് ഡിവൈസിലേക്ക് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യമായി ഡിവൈസിൻ്റെ 4 സ്ക്രൂ ഉണ്ട് ബാക്ക് സൈഡിൽ. ആ 4 സ്ക്രൂവും അൺസ്ക്രൂ ചെയ്തതിന് ശേഷം ആ സ്ക്രൂവിൽ തന്നെ നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ ആ ബാക്ക് പാനൽ നമുക്ക് ഓപ്പണായി കിട്ടും. ഓക്കെ, ബാക്ക് പാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്ക് പാനൽ ഓപ്പൺ ആയ ഉടനെ നമുക്ക് കാണാൻ കഴിയുന്നത് SSD വെക്കാനുള്ള, അതായത് ഹാർഡ് ഡിസ്ക് വെക്കാനുള്ള ഒരു ബേ ആണ്. അതിനകത്ത് നമുക്ക് ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. അടുത്തതായി കാണുന്നതാണ് മെമ്മറി സ്ലോട്ട്. ഇതിനകത്ത് 2 മെമ്മറി സ്ലോട്ട് വരുന്നുണ്ട്. നമുക്ക് 8 GB, ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന 8 GB ഒരു മെമ്മറി സ്ലോട്ട് മാത്രമാണ്. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഓക്കെ, ഇനി 8 GB നമുക്ക് മെമ്മറി കാർഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, മെമ്മറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമുക്ക് ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. SSD ഹാർഡ് ഡിസ്ക് എടുത്തതിന് ശേഷം നമ്മുടെ ഗ്രൂവിൻ്റെ കറക്റ്റ് സ്ലോട്ട് വഴി പുഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ജസ്റ്റ് ഒന്നും കൂടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോട്ടിലോട്ട് അത് ഫിക്സ് ആയിട്ടിരിക്കും. അതിനുശേഷം ഇത് തിരിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ ആ ബോക്സിനൊരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിനകത്ത് വഴി തന്നെ നമ്മുടെ ആ ഹാർഡ് ഡിസ്കിൻ്റെ ബേ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഇതൊരു പ്രോപ്പറായിട്ട് ഫിക്സ് ആവാതെ വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഗ്രൂവിൻ്റെ തന്നെ ഇടുക. അതിനുശേഷം ഈ ഹാർഡ് ഡിസ്ക് ബേയും ഹാർഡ് ഡിസ്കും കൂടെ ഒരു 4 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ആ 4 സ്ക്രൂവും കൂടെ നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കുക. അത് ഹാർഡ് ഡിസ്കിന് അധികം ഷേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഈ സ്ക്രൂസിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ബാക്ക് പാനൽ നമുക്ക് തിരിച്ച് ക്ലോസ് ചെയ്യാം. അതിനായി ഇതിനകത്ത് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ അതുണ്ടോ, ആരോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് അതുപോലെ തന്നെ വെച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം 4 സ്ക്രൂവും പുഷ് ചെയ്യുക. പുഷ് ചെയ്തതിന് ശേഷം 4 സ്ക്രൂവും ടൈറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡിവൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, പവർ ഓൺ ചെയ്ത് നോക്കാം. അതിനായി പവർ അഡാപ്റ്റർ നമ്മൾ പവർ പോർട്ടിൽ തന്നെ കണക്ട് ചെയ്യുക. അടുത്തതായി വീഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മുടെ HDMI കേബിളാണ്. HDMI ഔട്ട്പുട്ടാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് അതിൽ HDMI ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാനായി മോണിറ്ററിൻ്റെ പവറും ഓൺ ചെയ്യുക, ഡിവൈസിൻ്റെ പവർ സ്വിച്ചും
പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ബൂട്ടപ്പ് ആവുകയാണ്. ഞാനിതിൽ ഓൾറെഡി വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഡിവൈസ് സക്സസ്ഫുള്ളി ബൂട്ടായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ദയവായി നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.